ഒരു കൊച്ച് ഡെയിലി പുറത്ത് പോയിട്ട് വരാണ്. എന്നിട്ട് ആ കൊച്ചു പറയണം അമ്മയുടെ അടുത്ത്, അമ്മേ ഈ ലോകം എന്തൊരു ചീത്ത ലോകമാണമ്മേ. അപ്പൊ അമ്മ പറഞ്ഞു, എന്താ മോളെ അങ്ങനെ? ആരും എന്നെ നോക്കി ചിരിക്കുന്നില്ല. ഞാൻ ബസ്സിൽ പോയി, ആരും എന്നെ നോക്കി ചിരിച്ചില്ല. എന്നെ നോക്കുന്നുണ്ട്, പക്ഷെ എന്നെ നോക്കി ചിരിക്കുന്നില്ല. ഞാൻ ഒരു കടയിൽ പോയി സിപ്പപ്പ് വാങ്ങിക്കാൻ, അപ്പോഴും എന്നെ ആ ചേട്ടൻ നോക്കി, പക്ഷെ ചിരിച്ചില്ല. ഞാൻ തിരിച്ച് സ്കൂളിൽ പോയി, ടീച്ചർ എന്നെ നോക്കി, പക്ഷെ ചിരിച്ചില്ല. അതേപോലെ ഞാൻ തിരിച്ചു വന്നു, ഇതുവരെ ഞാൻ എത്തി, വീടെത്തി, എന്നെ ആരും നോക്കി ചിരിച്ചില്ല. ഓ, അപ്പൊ അതാണ് നിന്റെ പ്രശ്നം. അമ്മ പറഞ്ഞു. എന്നിട്ട് അമ്മ അവളോട് ചോദിച്ചു, നീ എത്ര പേരെ നോക്കി ചിരിച്ചു? എന്താ ചോദിച്ചത്? നീ എത്ര പേരെ നോക്കി ചിരിച്ചു? അപ്പോഴാണ് അവൾ ആലോചിച്ചത്, ഞാൻ ആരെയും നോക്കി ചിരിച്ചില്ല. ഞാൻ എല്ലാവരും എന്നെ നോക്കി ചിരിക്കണമെന്ന് ആഗ്രഹിച്ച് എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു, പക്ഷെ ഞാൻ ചിരിച്ചിട്ടില്ല. അപ്പൊ അമ്മ പറയും, നാളെ നീ ഒരു കാര്യം ചെയ്യും, നീ ഒരാളെ നോക്കി ചിരിക്കും, ഹായ് എന്നുള്ളൊരു ലുക്ക് കൊടുക്കും, ചിരിക്കും. അപ്പൊ നിനക്ക് തിരിച്ച് കിട്ടിയില്ലെങ്കിൽ നാളെ എൻ്റെ അടുത്ത് നിന്ന് കംപ്ലീറ്റ് ചെയ്തു. കൊച്ചറിയപോലെ രാവിലെ സ്കൂളിൽ പോകാൻ റെഡിയായി, ബസ്സിൽ കയറി. അവൾ ബസ്സിന്റെ അടുത്ത് ഒരു സീറ്റിലിരിക്കുമ്പോൾ അവിടെ അമ്മൂമ്മ ഇരിക്കുവായിരുന്നു. അമ്മൂമ്മ നോക്കി ചിരിച്ചു. അമ്മൂമ്മ ചിരിച്ചിട്ട് ആ മോളെ അടുത്തിരുന്നു. അവൾ ഹാപ്പിയായിട്ട് അമ്മൂമ്മ അടുത്ത് സിപ്പപ്പ് വാങ്ങിക്കാൻ താങ്ക് യു അങ്കിൾ എന്ന് അവൾ ചിരിച്ചു. അപ്പൊ അങ്കിൾ മോളെ നാളെ വരണ്ട, പുതിയ ഐറ്റം വരുന്നുണ്ട്, പുതിയ ഫ്ലേവർ സിപ്പപ്പ് നാളെ വരും കേട്ടാ എന്ന് പറയും. അങ്കിൾ ചിരിച്ചു. ക്ലാസ്സിൽ പോയപ്പോൾ ടീച്ചറോട് താങ്ക് യു ടീച്ചർ എന്ന് ലാസ്റ്റ് പറഞ്ഞു. ടീച്ചർ ചിരിച്ചോണ്ട് വെരി ഗുഡ് താങ്ക് യു ബൈ മോളെ എന്ന് പറയും. അവളെ നോക്കി ചിരിച്ചു ടീച്ചർ. അതേപോലെ തിരിച്ചു വരുന്ന വഴിക്ക് അപ്പത്തെ വീട്ടിലെ ശാന്തി നടത്തി മുളക് ഉണക്കാനിട്ടോണ്ടിരിക്കുകയാണ്. ചേച്ചി സുഖല്ലേ എന്ന് ചോദിച്ചിട്ട് അവൾ നോക്കി ഒന്ന് കൈ കാണിച്ച് ചിരിച്ചു. ആ മോളെ അമ്മയുടെ അന്വേഷണം പറയണേ എന്ന് പറയും. അന്ന് അവൾ വീട്ടിൽ പോയിട്ട് അമ്മയുടെ പറഞ്ഞു, അമ്മേ ലോകം നല്ലതാ, എല്ലാവരും ചിരിക്കുന്നു, എല്ലാവരും ഹാപ്പി, എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാന്ന്. ഇതാണ് ലൈഫ്.